എടാ നീ ഇറങ്ങുവാണോ? ആട് അല്ലടാ, നീ ഇറങ്ങാൻ നേരം ഞാൻ പോവാണ്, നമുക്ക് നാളെ കാണാം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കോടെ. സോറി രാമ, അതെ അഞ്ജലി ഇറങ്ങി കാണുമല്ലോ, അതാ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങുന്നത്. ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഞാനും എന്തായാലും ആ വഴിക്കാ പോകുന്നത്. കുറച്ച് വേഗം ഇറങ്ങി അവളെയും പിക്ക് ചെയ്യാലോ എന്ന് കരുതി. ആയിക്കോട്ടെ, ശരി, നീ എന്തായാലും ചെല്ല. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ബൈ ബൈ. എന്തു പറ്റി ഇവന്? എപ്പോ നോക്കിയാലും എന്തോ ടെൻഷനാണല്ലോ. അഞ്ജു ആണെങ്കിൽ എപ്പോഴും ഡള്ളായിട്ടിരിക്കുന്നു. ചേട്ടനും അനിയത്തിയും കൂടെ എന്തോ ഒരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ്. എന്തായിരിക്കും? എന്തായാലും രണ്ടാളും പറയില്ല. പോട്ടെ, എന്തായാലും ഞാൻ കണ്ടുപിടിച്ചോളാം. അഞ്ജു, ഏതോ രാം പേഷ്യന്റ് നാള് കൊറേ നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുക. ഫോൺ വേണോ മോളെ? വേണ്ടമ്മേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിച്ചോളാം. പാവം പേഷ്യന്റ് ആണെന്ന് തോന്നുന്നു. എന്തെങ്കിലും എമർജൻസി ആയിരിക്കും. അദ്ദേഹം മുമ്പെന്റെ പേഷ്യന്റ് ആയിരുന്നു അമ്മേ, പക്ഷെ ഇപ്പൊ അല്ല. ആദ്യം പേഷ്യന്റ് ആയിരുന്നു എന്ന് പറഞ്ഞാ ഇപ്പൊ എന്തിനാ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുന്നത്? അത് അദ്ദേഹം ഇപ്പൊ എന്റെ നല്ലൊരു ഫ്രണ്ടാണമ്മേ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കും. ഹലോ, ഏതാടാ നീ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കുന്ന എന്തിനാ? ഹലോ ഹലോ, ആരാടാ നീ? അത് ഇന്ന് ഡോക്ടർ ക്ലിനിക്കിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണമായിരുന്നു. എൻ്റെ പഴയ മെഡിസിൻസ് ഒക്കെ തീർന്നുപോയി, അതിനി മാറ്റണോ എന്തോ കണ്ടിന്യൂ ചെയ്യണോ എന്ന് ചോദിക്കാൻ വേണ്ടിയായിരുന്നു. മതി, നിർത്തിക്കോ, വെറുതെ നാടകം കളിക്കണ്ട. നീ അവളുടെ പേഷ്യന്റ് അല്ലെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലല്ല, ഞാൻ അവിടുത്തെ പേഷ്യന്റാ. ശരി, ഞാനെന്നാ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ഡോക്ടറിന് ആരെങ്കിലും ലവർ ഉണ്ടോ? നിനക്ക് ആരെങ്കിലും അറിയോ? ഇല്ല, എനിക്ക് അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അറിയില്ല. ശരി, ആവട്ടെ. നിന്റെ ഡോക്ടറോട് ഞാൻ പിന്നീട് വിളിക്കാൻ പറയാം. വെച്ചിട്ട് പോ. പണ്ടാറടങ്ങാനായിട്ട് ഇവളും ഇവളുടെ ഫാമിലിയും. അപ്പൊ അത് അവനല്ലേ? അവനാണെന്ന് കരുതി ഞാൻ എന്തൊക്കെയോ പറഞ്ഞും പോയി. സീതയും സിഹിയും ഒക്കെ ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ഇങ്ങേരോട് കുളിച്ചൊരുങ്ങി എവിടെയെങ്കിലും ഒരിടത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറയണം. ഏട്ടാ, അയ്യോ, എന്ത് അത്ഭുതമായത്! ഇന്നിവിടെ എന്തായാലും പ്രളയം ഉണ്ടാവും. എന്താടി ഇത്? ചുമ്മാ പ്രളയത്തെ കുറിച്ചൊന്നും പറയല്ലേ. ഇന്ന് വീട്ടിലേക്ക് എന്റെ സീതയും സീ കുഞ്ഞാപ്പിയും വരുന്നുണ്ട്. എനിക്കിത് ഓക്കെയാണല്ലോ അല്ലേ? എന്നെ കണ്ട ഭയമൊന്നും തോന്നില്ലല്ലോ അല്ലേ? ഷോ, ഇന്ന് മാത്രം പോരെ ഏട്ടാ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ നിക്കണം. അല്ല, ആ സിഹി ഇത് എന്ത് മാജിക്കായി കാണിച്ചേ? അവള് വരുന്നുണ്ടെന്നൊന്ന് അറിയേണ്ട കാര്യമുള്ളൂ. കുടിക്കാതെ ഇങ്ങനെ ടിപ് ടോപ്പ് ആയിട്ട് റെഡി ആയി നിൽക്കുന്നു. നല്ല ആൾക്കാരുടെ മാജിക്കിൽ വീഴണം മോളെ, അത് നല്ലതാ. ഹായ്. ഹായ്. ഹായ് ചക്കരേ. റാം, ഇന്നലെ ഒരു കാരണം ഉണ്ടാക്കി നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നില്ലേ? ക്ലയന്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞു. അതുപോലൊരു കാരണം കണ്ടെത്തിയാ ഞാൻ ഇന്നിങ്ങോട്ട് വന്നത്. അമ്മ പറഞ്ഞു കല്യാണ സാരി കാണിച്ചു തരാന്ന്. ഓ, ഓക്കേ. സീത, ഇത്രയും ദിവസം എന്നെ മേമ മേമാന്ന് വിളിച്ചിട്ട് ഇന്ന് വായിൽ നിറയെ അമ്മ എന്നുള്ള വിളിയാ. ഐ ലൈക്ക് ഇറ്റ്. സോറി, നിങ്ങളുടെ സംസാരം ഞാൻ അറിയാതെ കേട്ടു.
സീതേ, ബന്ധം പറയാണെങ്കി ഞാനും ചേച്ചിയും ഒക്കെ റാമിന്റെ അമ്മമാരായിട്ട് വരും. ഇപ്പൊ അതൊന്നും നോക്കണ്ട, മേമയെന്ന് വിളിച്ചാ മതി. കല്യാണം കഴിഞ്ഞാ നീ ഞങ്ങൾ രണ്ടുപേരെയും അമ്മയെന്നേ വിളിക്കാവൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും സീതമ്മയുടെ അമ്മയാവണോ? സീതമ്മയ്ക്ക് ഇനി രണ്ടമ്മമാരുണ്ടാവും. നിങ്ങൾ രണ്ടുപേര് സീതമ്മയുടെ അമ്മയാകുമ്പോ അപ്പൊ എന്റെ ആരായിരിക്കും? നിനക്ക് മുത്തശ്ശി ആവില്ലേ ലിറ്റിൽ ചാം? നിനക്ക് ഈ വീട്ടില് 2 മുത്തശ്ശിമാരാവുള്ളത്. നിങ്ങളെ മുത്തശ്ശിയെന്നും വിളിക്കാൻ കഴിയില്ല, ആന്റി എന്നും വിളിക്കാൻ കഴിയില്ല. നിങ്ങളെ ക്യൂട്ട് ചേച്ചിയെ പോലെ കാണാൻ. ആഹാ, അങ്ങനെയോ? അങ്ങനെയാണെങ്കി ഇവര് മുത്തശ്ശിയാണോ? ഇവര് മുത്തശ്ശിയായ നിങ്ങള് മുത്തശ്ശനാവില്ലേ? ഒറ്റ ബോള് ബൗൾഡായല്ലോ. ഇവരാണ് ക്യൂട്ട് ആയിട്ടുള്ള ബഡ്ഡി ബംഗാരി അമ്മ. ഞാൻ ബഡ്ഡി ബംഗാരി അമ്മയെ പോലെ ഫാൻസി ഡ്രസ് കളിക്കുമായിരുന്നു. പക്ഷെ നിങ്ങളെ കണ്ടിട്ട് റിയൽ ബഡ്ഡി ബംഗാരി അമ്മയെ പോലെ തന്നെയുണ്ട്. സിഹി, ബഡ്ഡി ബംഗാരമ്മയോ? വൈ? ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഇവരന്ന് എന്റെ വീട്ടിലേക്ക് വന്നുവെന്ന്? അതെന്നാ മോളെ? അന്ന് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നില്ലേ ബഡ്ഡി ബംഗാരി സ്കിറ്റ് കളിച്ചോണ്ടിരുന്നപ്പോ? ഞാൻ നിങ്ങളെ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിങ്ങൾ ഇത്ര പെട്ടെന്ന് അതൊക്കെ മറന്നോ? സീക്കുട്ടാ, മേം ഇതിനു മുമ്പ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ? കുഞ്ഞാപ്പി, ഹായ്. ഹലോ കുഞ്ഞാപ്പി, സുഖാണോ? സുഖായിട്ടിരിക്കുന്നു. വാ, നമുക്ക് ടെറസിലേക്ക് പോവാം കേട്ടോ. ഓക്കേ. മേമ എപ്പോഴാ സീതയുടെ വീട്ടിലേക്ക് പോയത്? ഹലോ, പറ രാമേട്ടാ. അഞ്ജു, നമ്മൾ എന്നും കാണുന്നിടത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. വേഗം വാ. ഇല്ല രാമേട്ടാ, എനിക്കിന്ന് വരാൻ കഴിയില്ല. എന്താ? വരാൻ കഴിയില്ലേ? അതെന്താ? ഇന്നെനിക്ക് ലീവാണ്. വീട്ടിലെല്ലാവരും ഉണ്ട്. എനിക്ക് വരാൻ കഴിയില്ല. ഇതെന്താ അഞ്ജു? ഹോസ്പിറ്റലിലും കാണാൻ കഴിയില്ല, വീക്കെൻഡിലും കാണാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞു വാ. എന്ത് കള്ളം പറയാനോ? ചേട്ടൻ ഇവിടെ എന്നോട് നല്ല ദേഷ്യത്തിൽ നിൽക്ക. ഈ സമയത്ത് എനിക്ക് വീട്ടുകാരുടെ കള്ളം പറഞ്ഞു വരാൻ കഴിയില്ല രാമേട്ടാ. ഒന്ന് മനസ്സിലാക്ക്. ഞാൻ എപ്പോഴും നിന്നെ മനസ്സിലാക്കണം, നീ എന്നെ മനസ്സിലാക്കാത്തത് എന്താ അഞ്ജു? നീ എപ്പോഴും വീട്ടിൽ ചേട്ടൻ ചേച്ചിന്ന് പറഞ്ഞിരിക്കും, പക്ഷെ ഞാനോ ഇവിടെ ഒറ്റയ്ക്കാ. അഞ്ജു, നീ മറ്റു കുട്ടികളെ പോലെ അല്ല, വളരെ മെച്യൂർഡ് ആണെന്നാ കരുതിയ. നീ എന്റെ ഇമോഷൻസ് വെച്ച് കളിക്കുകയാണ്, എനിക്കറിയാം. രാമേട്ടാ, നോക്കഞ്ചു, ഇനി ഒന്നും പറയണ്ട. ഞാൻ ഇവിടെ തന്നെയുണ്ട്. എത്ര വൈകിയാലും ശരി, ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കും. നീ വന്നേ പറ്റൂ, കേട്ടോ? അപ്പോ അവൾ എന്താ പറയുന്നതെന്ന് അറിയില്ല. ഞാൻ എപ്പോഴാ അവരുടെ വീട്ടിലേക്ക് പോയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചേച്ചി അന്ന് സീതയുടെ വീട്ടിലോട്ട് പോണോന്ന് പറഞ്ഞിരുന്നില്ലേ? അന്നായിരിക്കും ചിലപ്പോ. മേമ, നിങ്ങൾ ആദ്യമായിട്ട് സിഹയെ കാണുന്നത് പ്രിയയുടെ കല്യാണത്തിനല്ലേ? അതെ സീത, കറക്റ്റാ പറഞ്ഞത്. യു ഹാവ് എ ഗ്രേറ്റ് മെമ്മറി. ആക്ച്വലി അപ്പോ ഞാൻ സിഹിയെ കാണുന്നത് നമ്മുടെ അശോകിന്റെ കല്യാണത്തിനാ.
പക്ഷേ സിഹി എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾ മറ്റാരെങ്കിലും കണ്ട് നിങ്ങളാണെന്ന് കൺഫ്യൂസ് ആയതായിരിക്കും. അന്ന് അവൾ പറഞ്ഞിരുന്നു ഒരു ബഡ്ഡി ബംഗാരമ്മ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നെന്ന്. ഓ അത്രേ ഉള്ളോ? കറക്റ്റ്, അവള് കൺഫ്യൂസ്ഡ് ആയതായിരിക്കും. എനിവേസ് ഇനി വെറുതെ ടൈം കളയാൻ നിൽക്കണ്ട. കുറച്ച് കഴിഞ്ഞ് ഫോട്ടോഗ്രാഫേഴ്സും ഡിസൈനേഴ്സും ഒക്കെ ഇങ്ങോട്ട് എത്തും. ഫോട്ടോഷൂട്ടിന് വേണ്ടി രണ്ടാളും വേഗം റെഡി ആവാൻ നോക്കാം. വി ഹാവ് ടു മേക്ക് ദിസ് എ മെമ്മറബിൾ മൊമെന്റ്. നിങ്ങൾ രണ്ടാളും ഈ മെമ്മറീസ് ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. യെസ് മേമ. അങ്കിൾ, നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് സത്യജിത്ത്. സത്യം എന്ന് വെച്ചാ ട്രൂത്ത് അല്ലേ? അതെ മോളെ, ട്രൂത്ത്. പക്ഷെ എന്താ, ലോകത്ത് സത്യത്തിന് വിലയില്ല, ഈ വീട്ടിൽ എനിക്കും വിലയില്ല. സത്യം പറയാൻ കഴിയാത്തവനാണ് ഈ സത്യ. അങ്കിൾ, സീതാമ്മ എപ്പോഴും എന്നോട് പറയും നമ്മൾ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന്. കള്ളം പറഞ്ഞാ ദൈവം നമുക്ക് പണിഷ്മെന്റ് ഒക്കെ തരുമെന്ന്. സത്യം പറഞ്ഞാ നമ്മളെ ദൈവം വിൻ ചെയ്യിപ്പിക്കത്രേ. സത്യത്തിന് നല്ല പവർ ഉണ്ട് അങ്കിൾ. എല്ലാം മനസ്സിലാക്കി വെച്ചേക്കാണല്ലേ. നിന്റെ സീതമ്മ ശരിക്കും നല്ലവളാ, വലിയ ആദർശമുള്ളവളാ. നീ പറഞ്ഞതുപോലെ സത്യക്കും എത്രയും പെട്ടെന്ന് പവർ വരട്ടെ. ഞാനും അതിനുവേണ്ടിയാ കാത്തിരിക്കുന്നേ. എന്താ അത് പിന്നെ അത് മോളതങ്ങ് വിട്ടേക്ക്. ഞാൻ അങ്ങനെയാ, ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. മോളത് കാര്യമാക്കണ്ട, ഓക്കെ? അങ്കിൾ, എനിക്ക് വല്ലാതെ ബോറടിക്കുന്നു. നമുക്കെന്തെങ്കിലും ഗെയിം കളിക്കാൻ ഇവിടെ എനിക്ക് എഴുന്നേറ്റ് ഓടി കളിക്കാനൊന്നും വയ്യ കുഞ്ഞാപ്പി. ഇരുന്ന് കളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കളി കളിക്കാം. ഇരുന്നിട്ട് കളിക്കാനോ? റോക്ക് പേപ്പർ സിസർ കളിച്ചാലോ? അയ്യോ, ആ കളി എങ്ങനെയാണെന്ന് അങ്കിളിന് അറിയില്ലല്ലോ. അങ്കിൾ, ഞാനിവിടെ ഇല്ലേ, ഞാൻ പറഞ്ഞുതരാലോ. എങ്കിൽ സൂപ്പർ 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 പറയാം. ഇത് റോക്ക്, ഇത് സിസർ, ഇത് പേപ്പർ. സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. 3, 2, 1. റോക്ക് പേപ്പർ സിസർ. റോക്ക് പേപ്പർ സിസർ. റോക്ക് പേപ്പർ സിസർ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ കളിച്ചോണ്ടിരിക്കായിരുന്നോ? നിങ്ങൾ ഞങ്ങളുടെ ഇവിടെ കളിക്കാൻ വരുന്നുണ്ടോ? അയ്യോ ഇല്ല സി, അവിടെ കണ്ടോ ഫോട്ടോഷൂട്ടിന് എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുക. നീയും ചെല്ല് വേഗം. വാവ്, ഫോട്ടോഷൂട്ടിനോ? ഞാനും പോകുന്നുണ്ടെന്നോ? സിഹി മോളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. നീ നേരത്തെ പറഞ്ഞത് സത്യമാണോ? എന്നെ കാണാൻ ക്യൂട്ട് ചേച്ചിയെ പോലെ ഉണ്ടോ? ഞാൻ കളവ് പറയില്ല. നിങ്ങളെ കണ്ടാ ശരിക്കും ചേച്ചിയാണെന്നേ പറയൂ. നിങ്ങൾ എന്താ ക്യൂട്ട് ആണെന്നോ? ആണോ? സിഹി, എന്നെ ആരും ഈ വീട്ടിൽ ഇതുവരെ ക്യൂട്ടെന്ന് വിളിച്ചിട്ടേ ഇല്ല. നീയാ ആദ്യം പറഞ്ഞത്. താങ്ക് യു സിഹി. സിഹിയെ കണ്ടില്ലേ? കണ്ടു പഠിച്ചോ. ഞാനും ഇടയ്ക്കൊക്കെ പറയാറില്ലേ നീ സുന്ദരിയാണെന്നുള്ള കാര്യം? പറഞ്ഞെങ്കിൽ എനിക്ക് ഓർമ്മ കാണില്ലേ? ഇതുവരെ പറഞ്ഞിട്ടില്ല. ശരി മോളെ, എന്നാ ഞാൻ ഇപ്പൊ പറയാം. നീ വളരെ ക്യൂട്ടാണ് കേട്ടോ. നിങ്ങളിങ്ങനെ പറയൊന്നും വേണ്ട. മോളെ മോളെ വാ, ഫോട്ടോ എടുക്കണ്ടേ? നീയും സീതയുടെ റാമിന്റെ കൂടെ ഫോട്ടോ എടുത്താ ഫോട്ടോ കാണാൻ അടിപൊളിയായിരിക്കും. അങ്കിൾ, ഞാൻ പോകട്ടെ. നമുക്ക് വന്നിട്ട് കളി കണ്ടിന്യൂ ചെയ്യാം. ഓക്കേ, ബൈ. ഓടിച്ചില്ല. മാം, ദിസ് വൺ ഈസ് തീം ആൻഡ് ദിസ് വൺ ഈസ് അനദർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് സെലക്ട് ചെയ്തോളൂ. സീത, കങ്കണശാസ്ത്രം കഴിഞ്ഞ പിന്നെ ചെറുക്കനും പെണ്ണും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്ന് അമ്മ പറഞ്ഞിരുന്നു. അത് ഓർമ്മയുള്ളതുകൊണ്ടാ ഈ ഫോട്ടോഷൂട്ടൊക്കെ ഞാൻ ചടങ്ങിന് മുമ്പ് നടത്തുന്നത്. ഇവിടുത്തെ അമ്മയുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ കല്യാണമൊക്കെ വേറെ വിധത്തിലായേനെ. എനിവേസ്, ഇതിലെന്തെങ്കിലും കുറവോ കൂടുതലോ തോന്നിയാ നിനക്ക് വിഷമൊന്നും തോന്നല്ലേ? അയ്യോ മേമ, എനിക്കിതൊന്നും അറിയില്ലെന്നേ. ഞാൻ കുറച്ച് ഔട്ട്ഡേറ്റഡാ. ഔട്ട്ഡേറ്റഡ് എന്നൊക്കെ പറയുന്നത് എന്തിനാ? നമ്മൾ നമ്മുടെ ആചാര സമ്പ്രദായങ്ങളൊന്നും മറക്കാൻ പാടില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് ഒന്ന്
ഓർമ്മയിൽ വെച്ച് അതിൽ കുറച്ച് ചേഞ്ച് ഒക്കെ വരുത്തിയാ ഞാനിത് കൊണ്ടുവരാൻ പറഞ്ഞു. 2 സ്റ്റൈലിംഗ് ഉണ്ട്. ഒന്ന് ട്രഡീഷണൽ വെയർ, ഒന്ന് വെസ്റ്റേൺ വെയർ. നിനക്ക് ഏതാണോ ഇഷ്ടം അത് സെലക്ട് ചെയ്തോളൂ. ഈ സാരി കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. നീ ഇത് തന്നെ എടുത്തോ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നിനക്ക് സ്യൂട്ട് ആയിരിക്കും സീതമ്മ. മേമ, ഇത് ഉത്തര കർണാടക സ്റ്റൈലല്ലേ? അതെ, ദേശായി കുടുംബത്തിലുള്ളവര് ഈ സ്റ്റൈലാ ധരിക്കാറുള്ളത്. ഇതെനിക്ക് ചേരുവോന്ന് അറിയില്ല മേമ. അതെന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? നിനക്കിത് തീർച്ചയായിട്ടും സൂട്ടാവും. വേഗം പോയിട്ട് റെഡി ആവാൻ നോക്ക്. യു ഹാവ് ദ സെയിം ട്രഡീഷണൽ കോസ്റ്റ്യൂം ഫോർ റാം ഓൾസോ, റൈറ്റ്? യാ, വേഗം പോയിട്ട് റെഡി ആയിട്ട് വാ സീത. ഗെറ്റ് ദം റെഡി ഏർലി. Come back. ഞങ്ങളുടെ കല്യാണത്തിന്റെ സമയത്ത് ഈ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നോക്ക് എന്തൊക്കെ ട്രെൻഡുകളല്ലേ. ഹായ് സാധന, ഒരു കാര്യം ചെയ്താലോ? റാം സീത ഫോട്ടോഷൂട്ടിന്റെ കൂടെ നിങ്ങളുടെ കൂടെ ഒരു ഫോട്ടോഷൂട്ട് എടുക്ക്. സത്യോട് ഞാൻ പറയാം. അതുപോലെ ഞങ്ങൾക്ക് വേണം, അല്ലേ ഭാർഗു? വെറുതെ തമാശ പറഞ്ഞതേ ഉള്ളൂ, വിട്ടേക്ക്. എന്താ ചേട്ടാ ഇത്? ഒരു നോട്ടത്തിൽ തന്നെ ഔട്ടായല്ലോ. പുതിയ പഴഞ്ചൊല്ല് കേൾക്കണം. പേടിയുള്ളവർക്കേ അതിജീവിക്കാൻ പറ്റൂ. അത് പിന്നെ ഭാർഗവ്, പിന്നെ നമ്മുടെ ചാം അനികേതിന്റെ കരാട്ട ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പോയിട്ട് അവനെ കൊണ്ടുവരാം. അല്ലെങ്കിൽ അവൻ വെറുതെ വഴക്കുണ്ടാക്കുന്നേ. പോട്ടെ ഭാർഗവ്, ബൈ. രാമ, എന്ത് രസമാണ് ഇങ്ങനെ കാണാൻ. അപ്പോ നല്ല ഭംഗിയുണ്ടല്ലോ നിന്നെ കാണാൻ. എന്റെ കണ്ണ് പറ്റാതിരിക്കട്ടെ. ചേച്ചി നിന്നെ ഈ വേഷത്തില് കണ്ടിരുന്നെങ്കിൽ ഒത്തിരി സന്തോഷായനെ. അവൾ എന്റെ കണ്ണിലൂടെ നിന്നെ കണ്ടോണ്ടിരിക്കുക. ഐ എം സോ ഹാപ്പി. വാ തുറന്നാ കള്ളേ പറയൂ. ഈ കള്ളം പറയുന്ന വാ എന്ന് നീ അടയ്ക്കും. സീത, ധരിക്കാൻ പറഞ്ഞപ്പോ നിനക്ക് എന്ത് മടിയായിരുന്നു. ദാ നോക്ക്, യു ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. സീതേ, നിനക്ക് എല്ലാ ഔട്ട്ഫിറ്റ്സും വളരെ നന്നായിട്ട് ചേരുന്നുണ്ട്. എൻഗേജ്മെന്റിനും ലെഹങ്ക നിനക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പൊ നിന്നെ കാണാൻ എന്ത് ഭംഗിയുണ്ടെന്നറിയോ? ഇങ്ങോട്ട് അത് കണ്ടോ? എന്റെ വീട്ടില് രാമന്റെ സീതയുടെയും പ്രതിമയുണ്ടല്ലോ. അതേപോലെ എന്റെ ഫ്രണ്ടും സീതമ്മയും രാമന്റെ സീതയുടെയും ഡ്രസ് ഇട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും അല്ലേ? നിനക്ക് രാമായണമൊക്കെ അറിയോ? മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എനിക്ക് എല്ലാ കഥയും പറഞ്ഞു തന്നിട്ടുണ്ട്. രാമായണത്തില് രാമനും സീതയും കാട്ടിലേക്ക് പോകും. പക്ഷെ ഇവിടെ എന്റെ ഫ്രണ്ടും സീതമ്മയും സന്തോഷത്തോടെ പാലസിൽ ജീവിക്കും. അവരുടെ കൂടെ സിഹിയും ഉണ്ടാവും.
ആ രാമായണത്തില് ഭാർഗവി ഉണ്ടായിരുന്നില്ല. ഈ സീതാരാമ രാമായണത്തില് ഭാർഗവി ഉണ്ട് മോളെ. സീതാരാമായണോ? അതേതാ? അത് നോക്ക്, അവിടെ ഇപ്പൊ നടക്കുന്നില്ലേ അത്. സീതയുടെയും രാമന്റെയും രാമായണം. ആ രാമായണത്തില് രാവണൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെയോ ഒരു ഭാർഗവി ഉണ്ടായിരുന്നു. എന്നുവെച്ചാ ഇവർക്ക് രണ്ടുപേർക്കും ഒപ്പം നീ പാലസിൽ അങ്ങ് ഹാപ്പി ആയിരിക്കും അല്ലേ? പാവം, ഇവരുടെ കല്യാണം കഴിഞ്ഞ് ഇവരുടെ ജീവിതത്തില് ഹാപ്പിനെസ് ഒന്നും ഉണ്ടാവില്ല മോളെ. രണ്ടാളെയും കാണാൻ എന്തൊരു ഭംഗിയല്ലേ. ഈ രാജകുമാരനും രാജകുമാരി എന്നൊക്കെ നമ്മൾ ഈ കഥകളിലല്ലേ കേട്ടിട്ടുള്ളൂ. ദേ അത് കണ്ടോ അങ്കിൾ, സീതമ്മയെ കാണാൻ ഒരു വലിയ രാജകുമാരിയെ പോലെ തന്നെയുണ്ടല്ലേ? സീതമ്മ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ രക്ഷിക്കാൻ ഒരു രാജകുമാരൻ വരില്ല, നമ്മളെ തന്നെ രക്ഷിക്കണമെന്നൊക്കെ. പക്ഷെ സീതമ്മയ്ക്ക് അറിയില്ല അവളെ രക്ഷിക്കാൻ ഒരു രാജകുമാരൻ ഉണ്ടെന്നൊക്കെ. അവൻ വരുമെന്ന്. സീതമ്മയുടെ അടുത്ത് നിൽക്കണ കണ്ടില്ലേ? അവനാ രാജകുമാരൻ. നിന്റെ സീതമ്മ സത്യമായിട്ടും രാജകുമാരി തന്നെയാ. പക്ഷേ അത് അവൾക്ക് അറിയില്ല, അത്രേ ഉള്ളൂ. രാജകുമാരി ഉണ്ടെങ്കിൽ രാജകുമാരൻ ഉണ്ടായേ പറ്റൂ. എന്നിട്ട് അവരൊന്നാകണം. അതാണ് ദൈവത്തിന്റെ തീരുമാനം. അതിന്റെ ഒരു ഭംഗി എന്താണെന്നോ, നമ്മളെപ്പോഴും ചീത്ത മനുഷ്യന്മാർക്കെതിരെ പോരാടണം, ദൈവത്തിന്റെ തീരുമാനങ്ങൾക്കെതിരെ അല്ല. അതെ, എന്താ നിങ്ങള് കുട്ടികളോട് എന്തൊക്കെയായി സംസാരിക്കുന്നേ? ഒന്നും മിണ്ടായിരുന്നേ. എനിക്ക് ഒന്നും മനസ്സിലായില്ല. എന്താ പറഞ്ഞേ? ഒന്നുമില്ല സിഹി, അങ്ങോട്ട് നോക്ക്. രാകേഷ്, ഹാപ്പിലി മാരീഡ് ടുഗദർ ഫോർ എവർന്ന് എനിക്ക് ഫോട്ടോ മെയിൽ ചെയ്യാൻ പാകത്തിന് ഒരു ഫോട്ടോ എടുക്കണം. മേമ, അങ്ങനെയാണെങ്കിൽ ഈ ഫോട്ടോയിൽ ഒരാൾ മിസ്സിങ്ങാ. സീമോളെ, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ അന്നത്തെ പോലെ ഒരു ഫോട്ടോ എടുത്താലോ?